Don't fight in front of child. ഭാര്യാഭർത്താക്കന്മാരാവുമ്പോൾ കുടുംബത്തിൽ ചെറിയ എന്തുണ്ടാവും? ചട്ടിയും കലാകുമ്പോൾ തട്ടിയും മുട്ടയൊക്കെ ഇരിക്കുന്ന പറയാറില്ലേ? അപ്പോൾ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവണം. എവറി ആക്ഷൻ ദെയർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതുകൊണ്ട് ചെറിയ സാധനങ്ങളൊക്കെ വേണം, ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. എന്തായാലും അങ്ങനെ ഉണ്ടാവുന്ന ആക്ഷനും റിയാക്ഷനും ഒക്കെ എവിടെ പാടില്ല? എവിടെ പാടില്ല? അങ്ങനെ ഉണ്ടാകുന്ന വിഷയങ്ങൾ എവിടെ പാടില്ല? ഇൻ ഫ്രണ്ട് ഓഫ് ദ ചൈൽഡ്. നമ്മുടെ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ചിട്ട് എന്താവാൻ പാടില്ല? ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ, കുഞ്ഞുങ്ങളെ ടീച്ചർ നോക്കട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. ഡോണ്ട് ഫൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ചൈൽഡ്. നമ്മുടെ കുഞ്ഞിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? ഫൈറ്റ് ചെയ്യാൻ പാടില്ല. നാക്ക് കൊണ്ടും വാക്ക് കൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും കർമ്മം കൊണ്ടും ഒന്നും കുഞ്ഞിൻ്റെ മുമ്പിൽ ഒരു കാരണവശാലും നമ്മൾ തല്ലുകൂടാൻ പാടില്ല. കാരണം എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞു, ആ കുഞ്ഞ് എന്ത് ചെയ്യുന്നു? 3 കാര്യം ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? നിരീക്ഷിക്കും, കേട്ടില്ല, അനുകരിക്കും, മാതൃകയാക്കും. അപ്പം നമ്മൾ ഭാര്യയും ഭർത്താവ് അല്ലെങ്കിൽ അച്ഛനും അമ്മയും കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് അടി ഉണ്ടാക്കിയാൽ ആ കുഞ്ഞ് ആദ്യം നമ്മളെ നിരീക്ഷിക്കും, എന്നിട്ട് അതുപോലെ അനുകരിക്കും, എന്നിട്ടോ മാതൃകയാക്കും. പിന്നെ ആ കുഞ്ഞിനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ആദ്യം ഒന്നാം തൃപ്പടി എന്താണ്? ഡോണ്ട് ഫൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ചൈൽഡ്. കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് ഒരു കാരണവശാലും ഫൈറ്റ് ചെയ്യാൻ പാടില്ല. ഫൈറ്റ് വെച്ചാൽ അടി മാത്രമല്ല, വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പോലും. പറയാൻ മനസ്സിലായോ? വാക്കുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ടും അതും പാടില്ല, അല്ലേ? ചില ആളുകളുണ്ട് മിണ്ടൂല, ഇങ്ങനെ ഇരിക്കും, അതും പാടില്ല. സ്നേഹത്തോടെ കുഞ്ഞിൻ്റെ മുമ്പിൽ ജീവിക്കുക, അതാണ് ഒന്നാമത്തെ പടി.